സംസ്ഥാന സർക്കാരിനെ പാടെ അവഗണിച്ച് അതിവേഗ റെയിൽ പദ്ധതിയിൽ ഇ ശ്രീധരന്റെ ദ്രുത നീക്കം. പദ്ധതി വിശദീകരിക്കാൻ ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങും. ജനസമ്പർക്ക യോഗങ്ങൾ ഫെബ്രുവരി 15 മുതൽ തുടങ്ങും. പൊന്നാനിയിലെ ഓഫീസ് വരുന്ന തിങ്കളാഴ്ച പ്രവർത്തന സജ്ജമാക്കുമെന്നും ഇ ശ്രീധരൻ അറിയിച്ചു. നല്ല പദ്ധതി ആര് കൊണ്ടുവന്നാലും കോൺഗ്രസ് കൂടെ നിൽക്കുമെന്നും പാരിസ്ഥിതിക പ്രത്യാഘാതം ഉണ്ടെങ്കിൽ എതിർക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു. സംസ്ഥാന സർക്കാർ ബജറ്റിൽ മുന്നോട്ടുവച്ച RRTS പദ്ധതിയെ പുച്ഛിച്ചു തള്ളിയ ഇ ശ്രീധരൻ കേന്ദ്ര പദ്ധതിയെപ്പറ്റി ബോധ്യപ്പെടുത്താൻ ജനങ്ങളിലേക്ക് നേരിട്ട് പാലമിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 15 മുതൽ പൊതുയോഗങ്ങൾ നടത്തി പദ്ധതിയെപ്പറ്റി വിശദീകരിക്കാനാണ് ശ്രീധരന്റെ തീരുമാനം. പദ്ധതിയുടെ മികവ് ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കും. നേരിട്ടുള്ള ജനസമ്പർക്കത്തിലൂടെ ജനങ്ങൾക്കിടയിലുള്ള ആശങ്കകൾ പരിഹരിക്കുക, പദ്ധതിക്ക് ജനപിന്തുണ ഉറപ്പാക്കുക എന്നിവയാണ് ഉദ്ദേശം. ആദ്യ പൊതുയോഗം മലപ്പുറത്ത് തന്നെയാകും നടത്തുക. പദ്ധതിയുടെ വിശദ രൂപരേഖ തയ്യാറാക്കുന്നതിനായി പൊന്നാനിയിൽ ഫെബ്രുവരി 2 ഓഫീസ് തുറക്കുമെന്നും ശ്രീധരൻ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച റാപ്പിഡ് റെയിൽ പദ്ധതി കേരളത്തിൽ പ്രായോഗികമല്ലെന്ന് ഇ ശ്രീധരൻ പറഞ്ഞിരുന്നു. RRTSനേക്കാൾ അതിവേഗ റെയിൽവേയാണ് കേരളത്തിന് അനുയോജ്യം. രണ്ടും തമ്മിൽ വേഗത്തിൽ വലിയ വ്യത്യാസമുണ്ട്. സർക്കാരിന്റേത് ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രചാരണമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ചുരുക്കത്തിൽ ടെക്നോക്രാറ്റ് എന്നതിനപ്പുറം രാഷ്ട്രീയ സ്വഭാവത്തിൽ തന്നെയാണ് ഇ ശ്രീധരൻ കേന്ദ്ര പദ്ധതി പ്രചാരണത്തിന് പൊതുയോഗങ്ങളുമായി മുന്നിട്ടിറങ്ങുന്നത്. നല്ല പദ്ധതിയാണ് ഇ ശ്രീധരൻ കൊണ്ടുവരുന്നതെങ്കിൽ പിന്തുണയ്ക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. പാരിസ്ഥിതിക പ്രത്യാഘാതമുണ്ടെങ്കിൽ എതിർക്കും. നല്ല ഒരു പ്രോജക്റ്റ് കേരളത്തിൽ അതിവേഗ ട്രെയിൻ കൊണ്ടുവരുന്നതിന് ഞങ്ങളാരും എതിരല്ല. വരണം, കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മാറണം. പക്ഷേ അതിന് പാരിസ്ഥിതികമായി പരിശോധനകൾ നടത്തി സാമ്പത്തികമായി കേരളത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു പദ്ധതി വരട്ടെ. അത് കേന്ദ്രം കൊണ്ടുവന്നാലും ഇനിയിപ്പോൾ കേരളത്തിന് കൊണ്ടുവരാനൊന്നുമില്ലല്ലോ, പോണ പോക്കിലാണ് ഇത് പറഞ്ഞത്. ഏത് നല്ല പദ്ധതി ആര് കൊണ്ടുവന്നാലും ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കും. നല്ല പദ്ധതിയാണ്. കേരളത്തിന് നല്ലത് വരുത്തുന്ന ഏത് കാര്യത്തെയും ഞങ്ങൾ പിന്തുണയ്ക്കും. സർക്കാരിനിപ്പോൾ ഇ ശ്രീധരനെ പിടിക്കുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇ ശ്രീധരനെ കൊച്ചി മെട്രോ ചുമതലയിൽ നിന്ന് മാറ്റാൻ പോകുന്നുവെന്ന് പറഞ്ഞ് ബഹളം വെച്ചവരാണ് CPIM എന്നും വി ഡി സതീശൻ പരിഹസിച്ചു. നല്ല പദ്ധതി ആരു കൊണ്ടുവന്നാലും എതിർക്കില്ല. എന്നാൽ യാതൊരു പഠനവുമില്ലാതെ 10 വർഷത്തെ ഭരണം കഴിഞ്ഞു പോകുന്ന പോക്കിന് ഇപ്പോൾ ചുമ്മാ ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്ന പദ്ധതിയാണെങ്കിലും ഇ ശ്രീധരൻ നിർദ്ദേശിച്ച പദ്ധതിയാണെങ്കിലും അംഗീകരിക്കും. പേരെന്തായാലും കേരളത്തിന് അതിവേഗ റെയിൽവേ വേണമെന്നാണ് നിലപാടെന്ന് ഇന്നലെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് മലയാളം, മലപ്പുറം, തിരുവനന്തപുരം.